ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം ഇങ്ങനെ ആരംഭിക്കുകയാണ്. ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു, രാവിലെ ഇവിടുന്ന് യാത്ര തുടങ്ങിയാണ്. അപ്പോൾ കാഴ്ചകൾ കാണാം. ഓക്കെ, രണ്ടാം ദിവസത്തെ യാത്രയിൽ കാഴ്ചകൾ കാണാൻ വേണ്ടി പാസഞ്ചേഴ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം 38 പാസഞ്ചേഴ്സാണ് ഈ ട്രിപ്പിൽ ഞങ്ങളോടൊപ്പം ഉള്ളത്. ഈ ബാഗിൽ കാണുന്നതാണ് ഞങ്ങൾ രാത്രി സ്റ്റേ ചെയ്ത AC സ്ലീപ്പർ ബസ്. അതിൻ്റെ ബാക്കിലുള്ളതാണ് ബാത്റൂം. ഈ കാണുന്നതാണ് സുൽത്താൻ ബത്തേരി സ്റ്റാൻഡ്. കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും ഇവിടെ നിന്ന് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ കോഴിക്കോട് മേഖലയിലേക്കാണ്. ഇവിടുന്ന് തിരക്ക് കുറവാണ്. ഇപ്പോൾ രാവിലെ 7:15 ആയുള്ളൂ. രാത്രിയും വെളുപ്പിനെയുമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ഇവിടത്തേക്ക് സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് KSRTC. അപ്പോൾ ഞങ്ങൾ സുൽത്താൻ ബത്തേരി സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഹോട്ടൽ ലീ ഷഫയർ. 3 ദിവസത്തെ പ്രഭാത ഭക്ഷണവും 2 ദിവസത്തെ ഡിന്നറും ഞങ്ങൾ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. നല്ലൊരു ഹോട്ടലാണ്. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളും നല്ല ഫുഡും ഒക്കെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് വീണ്ടും യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ദിവസത്തെ ഫസ്റ്റ് സന്ദർശന സ്ഥലം മാവിലന്തോട് പഴശ്ശി പാർക്കാണ്. ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി റോഡാണ്. ഇരളം ഫോറസ്റ്റാണ്. നിരവധി വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണ്. പകൽ സമയങ്ങളിലും ധാരാളം വന്യജീവികളെ കാണാൻ ചാൻസുള്ള ഏരിയയാണ്. രണ്ടാമത്തെ ദിവസം രാത്രിയിൽ നടക്കുന്ന ജംഗിൾ സവാരിയും ഈ കാട്ടിലൂടെയാണ് പോകുന്നത്. തൊട്ട് മുന്നേ പറഞ്ഞ കണക്ക് മാവിലന്തോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുളം ഫോറസ്റ്റിൽ വെച്ച് ഒരു കാട്ടാന കൂട്ടത്തെ കണ്ടിരിക്കുകയാണ്. 4 പിടിയാനയാണ്, ഒരു കുഞ്ഞുൾപ്പെടെ ഉണ്ട്. ഇനിയും വല്ലതും കാണുമെന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെ ഞങ്ങൾ മാവിലാന്തോട് പഴശ്ശി പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം 9:15 സമയം. ഇവിടെയും എൻട്രി ഫീസുകളുണ്ട്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഈ മാവിലാന്തോട് പഴശ്ശി പാർക്ക്. ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടി പഴശ്ശിരാജാവ് വീരമൃത്യു വരിച്ച സ്ഥലമാണ് മാവിലാന്തോട് പഴശ്ശി പാർക്ക്. കർണാടക കേരള ബോർഡറായ വണ്ടിക്കടവിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ബന്ദിപ്പൂർ വനമേഖല ആരംഭിക്കുന്നത്. മാവിലാന്തോട് പഴശ്ശി പാർക്കിൻ്റെ ഉൾവശത്തെ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും മറ്റു വിശ്രമിക്കാനുള്ള കാര്യങ്ങളും ചരിത്ര പ്രാധാന്യം വിളിച്ചോതുന്ന നിരവധി നിശ്ചല ദൃശ്യങ്ങളും ഇതിനുള്ളിൽ കാണാം. പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പടവെട്ടലിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നിശ്ചല ദൃശ്യങ്ങളായി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല സൈനിക നീക്കങ്ങളും മറ്റ് പ്രധാന ഉടമ്പടികളും മെയിൻ സൈന്യത്തെ നിയമിക്കുന്നതും അയങ്ങളായ ഒരുപാട് നിശ്ചല ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്ന സ്തൂപത്തിൻ്റെ ഭാഗത്താണ് പഴശ്ശിരാജാവ് മരിച്ചു കിടന്നതെന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടീഷ് പട്ടാളത്തിന് പിടികൊടുക്കാതെ സ്വന്തം കഴുത്തിൽ കിടന്ന മാലയുടെ വജ്രം മെഴുകി മരിച്ചെന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ അവകാശപ്പെടുന്നത് പഴശ്ശിരാജാവിനെ വെടിവെച്ചു എന്നാണ്. ഇത് ബാക്കിലായിട്ട് കാണുന്നതാണ് മാവിലാന്തോടെന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറേ കർണാടകയാണ്. കർണാടകയുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ആരംഭിക്കുന്നത് ആ ഭാഗത്തു നിന്നുമാണ്. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുറുവാ ദ്വീപിൻ്റെ സ്ഥലത്താണ്. അതായത് കബനി നദിയിലൂടെയുള്ള ചെങ്ങട സർവീസാണ് ഇപ്പം നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. കുറുവാ ദ്വീപ് അടച്ചിട്ടിരിക്കുകയാണ്. വന്യമൃഗശല്യം കാരണം മഴയും ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ വേനലായപ്പോൾ അടച്ചാണ്. ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് എൻട്രി ഫീസ് എടുത്തിട്ടാണ് നമ്മൾ ചെങ്ങാട് സർവീസിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള യാത്രികർ കബനി നദിയിലൂടെയുള്ള ചെങ്ങാട് സർവീസും കഴിഞ്ഞ് വരികയാണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് കബനി നദി. അപ്പോൾ ആ ചെങ്ങാട് സർവീസ് പോയവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. വന്നവരാരും ഈ പരിപാടിക്ക് പാതിരിക്കരുത്. നല്ല പരിപാടിയാണ്. നല്ല പരിപാടി. ഇതുവരെ വന്ന് കണ്ടതിൽ വെച്ച് കേട്ടതിൽ വെച്ച് കണ്ടതിൽ വെച്ചൊക്കെ സൂപ്പർ പരിപാടി. എല്ലാവരും പോകണം. എല്ലാവരും
അപ്പം നമ്മൾ കബനി നദിയിൽ ചെങ്ങാട സർവീസും കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള കബനി നാടൻ ഭക്ഷണശാല കുടുംബശ്രീയുടെ സംരംഭമാണ്. നല്ല പായസം ഉൾപ്പെടെയുള്ള ചോറാണ്. നല്ല ഒരു ഹോംലി ഫുഡാണ്. നമ്മുടെ പഴയ KSRTC റിട്ടയർഡ് ഡ്രൈവറുടെ ഫാമിലി ചെയ്യുന്ന ഒരു ഹോസ്റ്റലാണ്. എല്ലയിൽ ഊണ്. ഇപ്പം പാസഞ്ചേഴ്സ് എല്ലാം ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലയിൽ ഊണാണ്. നല്ല ഹോംലി ഫുഡാണ്. നല്ല ടേസ്റ്റി ഉള്ള ആഹാരമാണ്. 8 കൂട്ടം തൊടുകറിയും പായസവും പപ്പടവും ഉൾപ്പെടെ 80 രൂപയാണ് ഇവിടെ ഊണിന് റേറ്റ് വരുന്നത്. പിന്നെ കടൽ മീനും കായൽ മീനും ചിക്കനും ബീഫുമെല്ലാം സ്പെഷ്യലായിട്ട് കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ ഉച്ചക്ക് കഴിച്ച ഊണിൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ, നല്ല ഊണാണ്, നല്ല ഊണാണ്, നല്ല ഹോംലി ഫുഡാണ്, നല്ല ഊണാണ്, നല്ല കുഴപ്പമൊന്നുമില്ല. റേറ്റ് റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ്. ഊണാണെങ്കിൽ നമ്മൾ വീട്ടിൽ കഴിക്കുന്നതുകൊണ്ട് വിഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എത്ര വേണമെങ്കിലും ആ തൃപ്തി എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് എത്ര വേണോ അത് തരാൻ അവർ തയ്യാറായിട്ട്. അതെ, അതാണ്. അങ്ങനെ തന്നെ ഈ പറഞ്ഞ പ്രകാരം തന്നെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ തന്നെ ഒറ്റ പേര്. ഇതാണ് ഈ ചേച്ചിയാണ് നമ്മുടെ ഇവിടുത്തെ ആഹാരം പാചകം ചെയ്യുന്ന ഇതിൻ്റെ ഓണർ എല്ലാം ഇവിടെ നമ്മളെ റിട്ടയർഡ് KSRTC ഡ്രൈവർ സുരേഷേൻ്റെ വൈഫാണ്. അതായത് കബനി കുറുവാദ്വീപിൻ്റെ അടുത്താണ് നമ്മുടെ ഈ കടയുള്ള കബനി നാടൻ ഭക്ഷണശാല എന്നാണ് വരുന്നവർ മാക്സിമം. അതിനുപരി എല്ലാ ഭക്ഷണവും കഴിച്ചിറങ്ങുമ്പോൾ കൊടുക്കാറ് പഴമാണ്. നമ്മൾ ചക്കപ്പഴം, ചക്കയുടെ നാട്ടിൽ നിന്ന് വന്ന് ചക്കപ്പഴം തിന്നപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം. ചക്കയുടെ കുരുവും കൊടുത്തു, അത് അവർ നാളെ തോരൻ വെച്ച് കൊടുക്കും. അടുത്ത അത് കളഞ്ഞു. എന്തായാലും അതിമനോഹരമായിരിക്കുന്നു, നല്ല ഭക്ഷണം. ഇനി വരുമ്പോൾ ഇവിടെ വന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കണമെന്ന് ഞാനും എന്നോടൊപ്പം ഉള്ളവരും ആഗ്രഹിക്കുന്നു. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ. ഈ ഗ്രൂപ്പിലുള്ള നമ്മുടെ ടൂർ ഗ്രൂപ്പിലുള്ള ലേഡീസാണ് ഇവിടെ ഇരിക്കുന്നത്. അവരുടെ അഭിപ്രായം കൂടെ നമുക്ക് കേൾക്കാം ഇന്നത്തെ ഉച്ചയൂണിനെ പറ്റി. പറഞ്ഞോളൂ. എല്ലാവിധ കറികളും ഉണ്ടായിരുന്നു. ഓണസദ്യ കഴിച്ച പ്രതീതിയാണ്. ഓണത്തിന്റെ സദ്യ കഴിച്ചപ്പോഴേ ഒരു ഓണത്തിന്റെ അന്തരീക്ഷമായിരുന്നു. അടിപൊളി ആഹാരം, കുറഞ്ഞ വിലയിൽ നല്ല ആഹാരം. അമേരിക്കയിൽ നിന്ന് 25 വർഷമായിട്ട് അമേരിക്കയിൽ വന്ന സാറാണ്. സാറിന്റെ ഉച്ചത്തെ ഫുഡിന്റെ അഭിപ്രായം കേൾക്കാം. ഇതിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇഞ്ചിക്കറി മാത്രം മതി, വയറ് നിറച്ച് പോകണം, ബാക്കിയുള്ള എല്ലാം വിട്ടേക്ക്. ബാക്കിയെല്ലാം ബോണസാ? ബോണസ്. ഓക്കെ, ഇഞ്ചിക്കറി മാത്രം മതി. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഉച്ചയൂണം കഴിഞ്ഞ് ബാണാസുര സാഗർ ഡാമിലെത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. ഇവിടെയും എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി പാസ് എടുക്കണം. ശനിയാഴ്ചയാണ്. നല്ല തിരക്കാണ്. കൗണ്ടറാണ് ഇവിടെ എൻട്രി ഫീസ് കാണുന്നത്. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് എൻട്രി ഫീസ്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നടന്നാണ് ഡാമിലേക്ക് പോണത്. ഇവിടുന്ന് ഡാമിന്റെയും KSCBയുടെ സർവീസ് ഉണ്ട്, വാൻ സർവീസ് ഉണ്ട്. വാനിൽ പോകുന്ന അപ്പ് ആൻഡ് ഡൗൺ ഒരാൾക്ക് 25 രൂപ വെച്ച് കൊടുത്ത് നമ്മളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരും. വൈകുന്നേരം 6 മണി വരെ സർവീസ്. ഞങ്ങളിവിടെ യാത്രക്കാർക്ക് 1.5 മണിക്കൂറാണ് സ്പെൻഡ് ചെയ്യാൻ സമയം കൊടുക്കുന്നത്. 16 പേരെ കയറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് 25 രൂപയാണ് നമ്മൾ ആൾക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ട്രാവലർ വണ്ടിയാണ്. 16 പേരുണ്ട്. 3 ട്രിപ്പ് അടിക്കുന്നത് ഡാമിന്റെ മുകളിലേക്ക്. അപ്പം ഞങ്ങൾ ഡാമിന്റെ മുകളിലോട്ട് വണ്ടിയിൽ പോവുകയാണ്. ഈ വണ്ടിയിലാണ് ഞാൻ കയറിയത്. ഇപ്പോൾ ബാണാസുര സാഗർ ഡാമിന്റെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് ബാണാസുര ഡാം റിസോർവാണ്. മഴയും മറ്റുള്ള ഇല്ലാത്തതുകൊണ്ട് വെള്ളക്കുറവാണ്. പക്ഷെ നല്ല സുന്ദരമായ കാറ്റാണ്. മഴക്കാറുണ്ട്, ആകാശത്ത് നല്ല മഴക്കാറുള്ള നല്ല തണുത്ത സുന്ദരമായ കാറ്റുകൊണ്ട് നമുക്ക് സംസാരം കേൾക്കാൻ പറ്റത്തില്ല, കുറവായിരിക്കും. ഈ കാണുന്നത് നമ്മൾ ഡാമിൻ്റെ മുകളിൽ സോളാർ പാനൽ വെച്ച് കറണ്ട് ഉൽപ്പാദനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ നിന്നുള്ള താഴോട്ടുള്ള വ്യൂ ഇതാണ്. നല്ല മനോഹരമായ ദൃശ്യമാണ് ഈ കാണുന്നത്. ബാണാസുര ഡാമിൻ്റെ മുകളിൽ നിന്നും താഴോട്ടുള്ള നമ്മൾ എൻട്രി ഫീസ് മറ്റുള്ള കാര്യങ്ങൾ എടുക്കുന്ന സ്ഥലമാണ് ആ കാണുന്നത്.
കാണുന്നത്. അവിടുന്ന് നമ്മൾ വരുന്നത് ട്രാവലർ വണ്ടിക്കകത്താണ് നേരത്തെ വന്നത്. അവിടെ നിന്നുള്ള വ്യൂ ആണ്. മനോഹരമായ ഒരു ദൃശ്യമാണ് ഈ കാണുന്ന. കൺകുളിർമയുള്ള ഇപ്പം ചെറിയ മഴക്കാറുമുള്ളതുകൊണ്ട് തണുത്ത കാറ്റും നല്ല പച്ചപ്പും, ഉണക്കുമാറി നല്ല പച്ചപ്പുമാണ്. കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോൾ നല്ല മൊത്തം ഉണങ്ങുന്ന പുല്ലുകളെല്ലാം ഇപ്പം പച്ചയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബാനാസുർ ഡാമിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് രാത്രിത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ട് 7:30 ആയപ്പോൾ ഞങ്ങൾ ജംഗിൾ സഫാരിക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ജംഗിൾ സഫാരിക്ക് പോകുന്ന ബസ്സാണ് ഈ കാണുന്നത്. മുത്തങ്ങ ഫോറസ്റ്റിലൂടെയും രാവിലെ പോയ ഇരുളം ഫോറസ്റ്റിലൂടെയൊക്കെയുള്ള യാത്രയാണ്. നിരവധി വന്യജീവികളെ കാണാൻ പറ്റിയൊരു യാത്രയാണ്. അപ്പം ഈ ബസ് സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോയുടെ ബസ്സാണ്. ഇതിനകത്താണ് ഞങ്ങൾ വയനാട് ജംഗിൾ സഫാരിക്ക് വേണ്ടി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ജംഗിൾ സഫാരി ആരംഭിച്ചിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി ഡിപ്പോയിലെ കണ്ടക്ടർ ജംഗിൾ സഫാരിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ യാത്രക്കാർക്ക് നൽകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എല്ലാവരും വന്യമൃഗങ്ങളെ കാണാനുള്ള ആകാംക്ഷയിലിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ബസ് മുത്തങ്ങ പാസ് ചെയ്യുവാണ്. ഇത് സുൽത്താൻ ബത്തേരി മൈസൂർ ബാംഗ്ലൂർ റോഡാണ്. അപ്പോൾ ഏകദേശം മുത്തങ്ങ ഫോറസ്റ്റിലൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കടന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആനക്കൂട്ടത്തിനെ കണ്ടിരിക്കുകയാണ്. നല്ല ഇരുട്ടാണ്. വണ്ടിയുടെ പ്രകാശം കൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാൻ പറ്റും നിൽക്കുന്നതാണ് ആനക്കൂട്ടങ്ങൾ. മഴ പെയ്ത് കാരണം നല്ല ഇരുട്ടാണ്. ഈ കാണുന്നതാണ് ആനക്കൂട്ടങ്ങൾ. 5-8 ആനയുണ്ട്. രാത്രി ആയതുകൊണ്ട് വ്യക്തതയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇഷ്ടം പോലെ മാൻകൂട്ടങ്ങളെ കാണാൻ കഴിയും. വീഡിയോയുടെ ലെങ്ത് കുറക്കുന്നതിന് വേണ്ടിയാണ് കുറച്ച് ഇടുന്നുള്ളൂ. ഞങ്ങൾ ആനേനെയും മാൻകൂട്ടത്തിനെ കണ്ടുള്ളൂ ഈ സവാരിക്ക് പോയിട്ട്. ചില സമയങ്ങളിൽ കരടി, പുലി എന്നിവ കാണാൻ പറ്റിയിട്ടുണ്ടെന്നാണ് കൂടെ വന്ന കണ്ടക്ടർമാർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ജംഗിൾ സവാരിയും കഴിഞ്ഞ് 11:30 സുൽത്താൻ ബത്തേരി സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ രാത്രി കിടക്കുന്ന സ്ലീപ്പർ AC ബസ്സുകൾ. അപ്പോൾ ഇതേവരെ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്ത സുഹൃത്തുക്കൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുക. വയനാട് യാത്രയുടെ 2ാമത്തെ ദിവസത്തെ യാത്ര ഇവിടെ സമാപിക്കുകയാണ്. 3ാമത്തെ ദിവസത്തെ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.